മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിലെ സ്നേഹമുള്ളവരെ, ഒരു ദിവസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ മണിക്കൂറുകളിൽ ഈശോയോടൊപ്പം നമ്മളായിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ ആയിരിക്കാം. ഈ ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ വചനം ശ്രവിച്ചുകൊണ്ട് ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസം നമ്മൾ തുടങ്ങുകയാണ്. ദിവസത്തിൻ്റെ ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ ദൈവത്തെ സ്തുതിക്കുന്നത് വളരെ മനോഹരമാണെന്നാണ് വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മയുടെ കരം പിടിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധി അമ്മ നമ്മെ ഈശോയിലേക്കാണ് നയിക്കുന്നത്. പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദുരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ വചനത്തിലൂടെ ശ്രവിക്കുന്നത് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറണം എന്നതിനെക്കുറിച്ചാണ്. സൽപ്രവർത്തികൾ ചെയ്യുന്നവരായി മാറണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. ഈ നിയോഗത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ വളരെയധികം സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിട്ട് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കുന്നവരാണ്. തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ സൽപ്രവർത്തികൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രതീക്ഷിതമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ ഉപമയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്കറിയാം 10 കന്യകമാരെന്ന് പറയുമ്പോൾ അതിൽ 5 കന്യകമാര് വിവേകവതികളും 5 കന്യകമാര് വിവേകശൂന്യകളുമാണെന്നാണ് വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. കാരണം അവരുടെ 2 പേരുടെയും കയ്യിൽ വിളക്കുകൾ ഉണ്ടായിരുന്നു. അവർ മണവാളനെ എതിരേൽക്കുവാനായിട്ട് കാത്തു നിൽക്കുന്നതായിട്ടാണ് വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ദൈവം നമ്മുടെ മണവാളനാണ്. നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഏത് ജെൻഡറാണെങ്കിലും നമ്മൾ ദൈവത്തിന് മുൻപിൽ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ മണവാളനെ എതിരേറ്റ് നിൽക്കുന്ന മണവാട്ടിമാരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയുടെ 2ാമത്തെ വരവിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഈ 10 കന്യകമാരുടെ ഉപമ അവതരിപ്പിക്കുന്നത്. അവർ നമ്മൾ ഈ 2ാമത്തെ വരവിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഈശോയുടെ വളരെ ശ്രദ്ധേയമായിട്ടൊരു വചനം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ദിവസമോ അല്ലെങ്കിൽ ആ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 13-ാം വാക്യത്തിലാണ് ഇത് പറയുന്നത്. ഈശോയുടെ 2ാമത്തെ വരവിനെ കുറിച്ച് പറയുകയാണ്, ആ ദിവസമോ ആ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ജാഗരൂകതയോടുകൂടെ നമ്മൾ കാത്തിരിക്കണമെന്നാണ് ഈശോ ഈ ഉപമ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇനി കന്യകമാരിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ കയ്യിൽ വിളക്കുകളുണ്ട്. അതുപോലെ തന്നെ ഒരു കൂട്ടരുടെ കയ്യിൽ 5 പേരുടെ കയ്യിൽ വിളക്കുകളോടൊപ്പം എണ്ണയും ഉണ്ടായിരുന്നു. മറ്റ് 5 പേരോടൊപ്പം അവരുടെ ഈ വിളക്ക് മാത്രമേ ഉണ്ടായിരുന്നു, എന്നാൽ അവരെണ്ണ കരുതിയിരുന്നില്ല എന്ന് ഈ ഉപമയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു കൂട്ടരുടെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു, ഒരു കൂട്ടരുടെ എണ്ണ അവർ കരുതിയിരുന്നില്ല. അപ്പൊ ഈ വിളക്കെന്ന് പറയുന്നതും ഈ എണ്ണയെന്ന് പറയുന്നതും എന്താണ്? നമ്മൾ ഈ വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ പറയും ഈ വിളക്കെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതുപോലെ തന്നെ ഈ എണ്ണയെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സത്പ്രവർത്തികളാണ്. നമ്മൾ ഒരു വചനം കൂടെ നമുക്ക് കാണാം. എഫേസോസ് ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. അവിടെ വചനം ഇങ്ങനെയാണ് പറയുക, നിങ്ങൾ ദൈവത്തിന്റെ കരവേലയാണ് നമ്മൾ ഓരോരുത്തരും.
ദൈവം നാം ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായിട്ട് യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നാണ് എഫേസോസ് 2:10 വചനം പറയുക. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയിട്ടുള്ള സത്പ്രവർത്തികൾക്കായിട്ട് നാം ചെയ്യേണ്ട സത്പ്രവർത്തികളുണ്ട്. ഈ സത്പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വിശ്വാസമാണ് ഈ വിളക്കെന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിശ്വാസം പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ പ്രകടമാക്കുക. അതുപോലെ തന്നെ അവസാനം വരെ നിങ്ങൾ ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കണമെന്ന് ഈശോ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഈ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത്? അത് സത്പ്രവർത്തികൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കായേനോട് ദൈവം പറയുന്ന വളരെ മനോഹരമായ ഒരു വചനഭാഗമുണ്ട്. അവിടെ കായേനോട് ദൈവം പറയുന്നുണ്ട്, നീ പാപം ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, നിന്റെ പടിവാതിൽക്കൽ തന്നെ പാപം കാത്തു നിൽപ്പുണ്ട്. പിന്നെ നന്മ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്നിൽ അഭിലാഷം വെച്ചിരിക്കുന്നുവെന്നാണ് കായേനോട് ദൈവം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നന്മ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ, സത്പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ പടിവാതിൽക്കൽ തന്നെ നിന്നെ കാത്തു നിൽപ്പുണ്ട്, അത് നിന്നിൽ അഭിലാഷം വെച്ചിരിക്കുന്നുവെന്ന് കായേനോട് ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ, ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരിയധികം ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നന്മ പ്രവൃത്തികൾ ചെയ്യാൻ കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പാപത്തെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കുവാൻ അല്ലെങ്കിൽ നമുക്കതിനെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് പാപത്തെക്കുറിച്ച് നമുക്കറിയാം, പാപം അനീതിയാണ്. ഈ പാപത്തെ ഉപേക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ പ്രകടമാക്കിയിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈശോ മറ്റൊരു വചനം കൂടെ നമുക്കിങ്ങനെ പറഞ്ഞു തരും. അതായത് നമ്മൾ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങൾ കൂട്ടിവെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിൽ നമ്മൾ കൂട്ടിവെക്കുന്ന നിക്ഷേപങ്ങളെ കുറിച്ച് പറയുക, ആ നിക്ഷേപങ്ങൾ വേണമെങ്കിൽ ചെതലരിക്കാം, അല്ലെങ്കിൽ കള്ളന്മാർ മോഷ്ടിക്കാം. അതൊരു ടെമ്പററി ആണെന്നാണ് പറയുന്നത്. അതായത് ശാശ്വതമായിട്ടുള്ള ഒരു സമ്പാദ്യമല്ല ഭൂമിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതൊക്കെയും. മരിച്ചു കഴിഞ്ഞാൽ ഈ സമ്പാദ്യം ഒന്നും നമുക്ക് കൊണ്ടുപോകാനും സാധിക്കുകയില്ല. ഇപ്പൊ സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപം കൂട്ടിവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം, നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നു, ഈശോ രണ്ടാമത് വരുമെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഈശോയെ നമ്മൾ കാത്തിരിക്കുമ്പോൾ, സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ ഉപമ പറയുമ്പോൾ, ഈശോയെ നമ്മൾ കാത്തിരിക്കുമ്പോൾ, ജാഗരൂകതയോടെ കാത്തിരിക്കുമ്പോൾ ഈ സത്പ്രവർത്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ പ്രഭാതം തുടങ്ങുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസത്തെ പ്രവർത്തികളൊക്കെയും കൂടുതലും സത്പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ ഒരു ദിവസം മുഴുവനും നമ്മുടെ ഒരു ലക്ഷ്യമായി മാറട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ലക്ഷ്യമായി മാറട്ടെ, കൂടുതൽ നന്മ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട്. അങ്ങനെ നന്മ പ്രവർത്തികൾ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപമായിട്ട് കൂട്ടുവാനും, അതുപോലെ തന്നെ ഈ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുവാനും, അവസാനം വരെ ഈ വിശ്വാസം ഇങ്ങനെ നന്മ പ്രവർത്തികൾ ചെയ്ത് നമുക്ക് ഒരു ട്രഷറി നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്വർഗത്തിൽ നമുക്ക് കൂട്ടിവെക്കുവാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, അവിടെ നിങ്ങൾ നിക്ഷേപങ്ങൾ കൂട്ടിവെച്ച് കഴിഞ്ഞാൽ അവിടെ കള്ളന്മാർ വരികയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചിതലരിക്കുകയുമില്ലെന്നാണ് പറയുക. അതിനെ പെർമനന്റ് ആയിട്ട് നമുക്ക് അവിടെ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുമെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ 10 കന്യകമാരുടെ ഉപമ നമ്മൾ ഇന്നേ ദിവസം ധ്യാനിക്കുമ്പോൾ, നന്മ പ്രവർത്തികൾ, സൽപ്രവർത്തികൾ കൂടുതൽ ചെയ്യുന്നവരായിട്ട് മാറണം എന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സത്പ്രവർത്തികൾ ചെയ്യുന്നവരായിട്ട് മാറുവാനായിട്ട് ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സത്പ്രവർത്തികൾ ചെയ്ത് നമ്മുടെ വിശ്വാസം അവസാനം വരെ കാത്തു സൂക്ഷിച്ച് ഈശോ രണ്ടാമത് വരുമ്പോൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈശോ എതിരേൽക്കുവാനും, അങ്ങനെ നന്മ പ്രവർത്തികൾ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ ആ വിശ്വാസം കെട്ടുപോകാതെ, വിശ്വാസം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് മണിക്കൂറിലാണ് ദൈവം വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ലെന്നാണ് വചനം പറഞ്ഞു തരിക. അപ്പോൾ ഈ ഒരു ഉപമയിൽ നിന്ന് നമുക്ക് ഒത്തിരിയധികം പാഠങ്ങൾ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ കന്യകമാര് അവര് ഉണർന്നു, അവര് വിളക്കുകൾ തെളിച്ചു ഈ മണവാളൻ വരുന്ന സമയത്ത്. എന്നാൽ കുറച്ചു പേരുടെ വിളക്കപ്പോലേക്കും കെടുന്ന ഒരവസ്ഥയിലായി. ഇനി നമ്മളിവിടെ മറ്റൊന്നും കൂടെ കാണുന്നുണ്ട്. അവിടെ അകത്ത് കടന്ന് കഥ കടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തു നിന്ന് നമുക്ക് കരയുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിന്റെ വ്യാഖ്യാനം പരതി കഴിഞ്ഞാൽ നമ്മളോട് പറയുക, മരണത്തിനപ്പുറം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുതപിക്കുവാനോ അല്ലെങ്കിൽ നന്മ പ്രവർത്തികൾ ചെയ്യുവാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഈ നന്മ പ്രവർത്തികൾ ചെയ്യുവാനും അല്ലെങ്കിൽ സമ്പാദിക്കുവാൻ, നല്ല നിക്ഷേപങ്ങൾ സമ്പാദിക്കുവാൻ, നന്മ പ്രവർത്തികൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ അനീതികളെക്കുറിച്ച് അനുതപിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഈ മരണമെന്ന കവാടത്തിന്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ്. മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അവസ്ഥയെന്ന് പറയുക, ഒന്നുകിൽ നമുക്ക് ശുദ്ധീകരണ സ്ഥലം നമുക്കുണ്ട്, നമ്മൾ മാരകഭാവാവസ്ഥയിലും അതുപോലെ തന്നെ തിന്മയിലും ഈശോ നമുക്ക് നേടിത്തന്ന രക്ഷയും ഒക്കെ നമ്മൾ നിഷേധിച്ച് നമ്മൾ മരിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ നേരെ നരകത്തിലേക്കായിരിക്കും പോവുക. നമ്മൾ ഈശോയിൽ വിശ്വസിച്ചു എന്നാൽ നമുക്ക് ശുദ്ധീകരണം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തേക്കാണ് നമ്മൾ യാത്രയാവുക. അവിടെ നമ്മൾ നമ്മുടെ ശുദ്ധീകരണത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ സ്വർഗത്തിൽ കൂട്ടിവെക്കുന്ന നിക്ഷേപങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് അവിടെ ഉപകാരമായിട്ട് മാറും, നമ്മുടെ ശുദ്ധീകരണത്തിന് നമുക്ക് ഉപകാരമായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ ശുദ്ധീകരണം ആ കാലയളവിൽ
ഈ നമ്മുടെ നിക്ഷേപം നന്മ ചെയ്തു, നമ്മൾ ഒത്തിരിയധികം നന്മയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മളെ ഒത്തിരിയധികം സഹായിക്കും. അങ്ങനെ ഈശോയുടെ പക്കലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു കാര്യം കൂടെ നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ഈ ഒരു വാതിലടയ്ക്കുന്ന മരണ വാതിലിൻ്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് നമുക്കിതൊക്കെയും സാധിക്കുക. എന്നാൽ മരണമെന്ന വാതിലിൻ്റെ അപ്പുറത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം, ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, അവസാനം വരെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. പത്രോസിനോട് ഈശോ പറയുന്നുണ്ട്, ശിമയോൻ പിശാച് നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം നശിച്ചു പോകാതിരിക്കുവാനായിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്, ഈശോ നമുക്ക് നേടിത്തന്ന രക്ഷയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ഈശോ രണ്ടാമത് വരുമെന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ വിശ്വസിച്ച് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ സത്പ്രവർത്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സത്പ്രവർത്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു തരത്തിലും ഇതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ സാധിക്കും. അതായത് ഒത്തിരിയധികം നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ നമുക്ക് വിശ്വാസമില്ല. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ സത്പ്രവർത്തികൾ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ, ഇതിനിങ്ങനെ നമുക്കൊരു ഉദാഹരണം കാണാം. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ നന്മ പ്രവർത്തികൾ ചെയ്യുന്നു, അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ നന്മ പ്രവർത്തികൾ ചെയ്യാതിരിക്കുന്നു. നന്മ പ്രവർത്തി ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നന്മ പ്രവർത്തികൾ ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ അവിടെ അനീതി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അനീതി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്, പാപം ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെയധികം നമ്മളെ ഈ രക്ഷയിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടു പോകുന്ന, ഈശോയുള്ള സ്നേഹത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കൊണ്ടു പോകുന്ന ഒന്നാണ്. തീക്ഷ്ണമായിട്ട് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന വചനം 10 കന്യകമാരുടെ ഉപമയാണ്. ഒരിക്കൽ കൂടെ നമുക്ക് ആ കന്യകമാരുടെ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു ചെന്നാൽ, 5 കന്യകമാരുടെ കയ്യിൽ വിളക്കുകൾ, 5 കന്യകമാരുടെ കയ്യിലും വിളക്കുണ്ട്, 2 കൂട്ടരുടെ കയ്യിലും വിളക്കുകളുണ്ട്. എന്നാൽ 5 കന്യകമാരുടെ പ്രത്യേകത, അവരുടെ കയ്യിൽ വിളക്കുകളോടൊപ്പം എണ്ണയും അവർ കരുതിയിരുന്നു. നമ്മുടെ ജീവിതമാകുന്ന ഈ ഒരു യാത്രയിൽ ഈശോയെ കാത്തിരിക്കുമ്പോൾ ഈ എണ്ണ നമ്മുടെ കയ്യിലുണ്ടാവട്ടെ. സത്പ്രവർത്തികൾ കൊണ്ട് ഈ എണ്ണ നമുക്ക് കരുതി വയ്ക്കാം. ഇന്നേ ദിവസം ഈ വചനം ധ്യാനിക്കുമ്പോൾ തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയട്ടെ. കൂടെ നന്മ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സ്വർഗവാസികളോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പുത്രനായ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം ഏറ്റവും കൂടുതൽ ജീവിച്ച ഒരു വ്യക്തി. നന്മകൾ കൊണ്ട് തൻ്റെ ജീവിതം നിറച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം, സാന്നിധ്യം ഇന്നേ ദിവസം നമ്മളെ സഹായിക്കട്ടെ. കൂടുതൽ നന്മ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമ്മളെ ഒരുക്കട്ടെ, നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ യേശുപിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരും നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് ഈശോയുടെ പിതാവിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കുകയാണ്. അതുപോലെ തന്നെ സകല മാലാഖമാരോടും നമുക്ക് പ്രാർത്ഥിക്കാം. മാലാഖമാരുടെ സംരക്ഷണം ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാവൽ മാലാഖയോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. കാവൽ മാലാഖയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരോട് പ്രത്യേകമായിട്ട് ആ വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്കുണ്ട്. ആ വിശുദ്ധരോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഓരോ ഇടവക മധ്യസ്ഥരോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനോടും എല്ലാ ഇടവക മധ്യസ്ഥന്മാരും നമ്മളെ സഹായിക്കട്ടെ. ഈശോ ഒത്തിരിയധികം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു സ്വർഗീയ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, സ്വർഗവാസികളുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ഇന്നേ ദിവസം കൂടുതൽ നന്മ പ്രവർത്തികൾ ചെയ്യുവാൻ, നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടതുപോലെ ധ്യാനിച്ചതുപോലെ കൂടുതൽ നന്മ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് സ്വർഗവാസികൾ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഇന്നേ ദിവസം നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ധ്യാനിച്ചു. സകല സ്വർഗവാസികളോടും നമ്മൾ പ്രാർത്ഥിച്ചു. ഒത്തിരിയധികം തീക്ഷ്ണമായിട്ട് ഈ വചനം ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്?
നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? 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 സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ മാർപ്പാപ്പയോട് ചേർന്ന് നിന്നുകൊണ്ടും കത്തോലിക്കാ സഭയിലെ സകല കർദിനാൾമാരോടും സകല മെത്രാന്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സകല വൈദികരോടും സകല സന്യസ്തരോടും സകല സമർപ്പിതരോടും ചേർന്ന് നിന്നുകൊണ്ട് സകല ആത്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് സഭയിലെ സകല വിശുദ്ധരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, മരിയൻ കൂടാരത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥനാ സഹായം ഒത്തിരിയധികം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. സാധിക്കുന്നവരൊക്കെയും ഇന്നേ ദിവസം ഒരു ജപമാല പ്രാർത്ഥന അവർക്ക് വേണ്ടി ചൊല്ലുവാനായിട്ട് പരിശ്രമിക്കുക. ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടെ ആശംസിക്കുന്നു.